മറ്റൊന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇമ്രാൻഖാനെ പുറത്താക്കിയതിന് പിന്നിൽ അമേരിക്കൻ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള നയതന്ത്ര രേഖകൾ പുറത്തുവന്നു. തന്നെ പുറത്താക്കിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന് ഇമ്രാൻ പലതവണ ആരോപിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ സൈഫർ എന്നറിയപ്പെടുന്ന ഈ രേഖയിൽ 2022 മാർച്ചിൽ അന്നത്തെ US-ലെ പാകിസ്ഥാൻ അംബാസഡർ അസദ് മജീദ് ഖാനും US നയതന്ത്രജ്ഞൻ ഡൊണാൾഡ് ലൂവും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ വിശദാംശങ്ങളാണുള്ളത്. ഈ സംഭാഷണമാണ് ഇമ്രാൻഖാന്റെ പുറത്താക്കലിനും തുടർന്നുള്ള തടവ് ശിക്ഷയ്ക്കും കാരണമായെന്നാണ് പറയപ്പെടുന്നത്. ഇത് അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇമ്രാൻഖാൻ തന്നെ ആരോപിച്ചിട്ടുണ്ട് തന്നെ പുറത്താക്കിയത് അമേരിക്കൻ ഇടപെടലാണ് എന്നുള്ളത്. അമേരിക്കയ്ക്ക് അതൃപ്തിക്ക് കാരണമായ ഒരുപിടി സംഭവങ്ങൾ ഇമ്രാൻഖാന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. വിനോദ്, ഇതിപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ. ഇപ്പോൾ തന്നെ ജയിലിനുള്ളിൽ അതീവ ഗുരുതരാവസ്ഥയിൽ അവശരായി കഴിയുന്ന ഇമ്രാൻഖാനാണ്. ഒരു സൗകര്യങ്ങളും ഇമ്രാൻ ജയിലിലില്ല എന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. അവിടെയാണ് അമേരിക്കയുടെ കൈകടത്തൽ ഈ പാകിസ്ഥാനിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. രഞ്ജിത്ത്, ഇതിലും ഈ റഷ്യ ഉക്രൈൻ യുദ്ധമാണ് അടിസ്ഥാന കാരണമായി പറയുന്നത്. ഈ യുദ്ധം നടന്ന സമയത്ത് ഇമ്രാൻഖാൻ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. അതായത് ഉക്രൈൻ്റെ ഭാഗത്തേക്ക് പൂർണ്ണമായും പാകിസ്ഥാൻ നിലകൊണ്ടില്ല എന്നത് തന്നെയാണ് അമേരിക്ക ഇവിടെ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇമ്രാൻഖാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നു. അതുമാത്രമല്ല, ഇമ്രാൻഖാന് നേരത്തെ ഈ വധശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതിലൊക്കെ തന്നെ പല സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. തന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നിൽ വിദേശ ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഈ ഇമ്രാൻഖാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാനിൽ സൈഫർ എന്നറിയപ്പെടുന്ന ഈ രേഖയിൽ 2022 മാർച്ചിൽ അന്നത്തെ US-ലെ പാകിസ്ഥാൻ അംബാസഡർ അസദ് മജീദ് ഖാനും US നയതന്ത്രജ്ഞൻ ഡൊണാൾഡ് ലൂവും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങളുണ്ട്. ഇമ്രാൻഖാൻ ആരോപിക്കുന്ന പ്രകാരമുള്ള അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകളാണ് പുറത്തു വരുന്നത്. ആ തെളിവുകളിലാണ് ഇത്തരത്തിലുള്ള ചില നിർണായക രേഖകൾ കൂടിയുള്ളത്. ഈ സംഭാഷണം പരിശോധിക്കുമ്പോൾ ഇമ്രാൻഖാൻ്റെ പുറത്താക്കലിനും തുടർന്നുള്ള തടവ് ശിക്ഷയ്ക്കും കാരണമായത് ഇത്തരത്തിലുള്ള ഒരു നിലപാടാണ് എന്നുകൂടി സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. കേബിൾ I-0678 എന്ന് അടയാളപ്പെടുത്തിയ ഈ രേഖ US ആസ്ഥാനമായുള്ള അന്വേഷണാത്മക മാധ്യമമായ ഡ്രോപ്പ് സൈറ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൽ ഇമ്രാൻഖാൻ സ്വീകരിച്ച നിഷ്പക്ഷ നിലപാടിൽ പ്രകോപിതരായ ജോ ബൈഡൻ ഭരണകൂടം 2022 മാർച്ച് 7 നടന്ന കൂടിക്കാഴ്ചയിൽ ഇമ്രാൻഖാനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ പാക് പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചുവെന്നാണ് ഈ സംഭാഷണത്തിലൂടെ ലഭിക്കുന്ന വിവരം. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള നീക്കങ്ങൾക്കായി US സൈന്യത്തിന് താവളങ്ങൾ അനുവദിക്കാൻ ഇമ്രാൻഖാൻ വിസമ്മതിച്ചതും US-നെ ചൊടിപ്പിച്ചിരുന്നു. തൻ്റെ സ്വതന്ത്ര വിദേശ നയം കാരണം പാകിസ്ഥാനിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ പാകിസ്ഥാൻ മുസ്ലിം ലീഗും PPP എന്നിവയുമായി ചേർന്ന് അമേരിക്ക തന്നെ പുറത്താക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ഇമ്രാൻഖാൻ ആവർത്തിച്ച് ആരോപിച്ചിരുന്നു. ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയ്ക്ക് തന്നെ എങ്ങനെ ഒഴിവാക്കണം, അങ്ങനെ ചെയ്താൽ ബാക്കി എല്ലാ തെറ്റുകളും അവർ ക്ഷമിക്കുമെന്നാണ് അവർ പാക് പ്രതിപക്ഷത്തോട് പറഞ്ഞതായി 2022 ഏപ്രിൽ ഇമ്രാൻ ആരോപിച്ചത്. അതായത് 4 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇമ്രാൻഖാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.